എന്നെ പോലെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ള ആൾക്കാർ ആരല്ല ഇവിടെ ഉള്ളത്. എനിക്കില്ലേ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും ആ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് കഴിച്ചത്. അപ്പോഴേ വിചാരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഉണ്ടല്ലോ, വിഷുവല്ലേ, അപ്പോൾ നമുക്ക് സദ്യക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നടക്കൂലോ. അതിന് വേണ്ടിയിട്ടില്ലേ, ഞാൻ ആദ്യം തന്നെ മാമ്പഴം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മാങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഇല്ലേ, ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കില്ലേ 1 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 സ്പൂൺ മണൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ വെളുത്തുള്ളി പോലെയല്ലേ, ഇവിടുത്തെ വെളുത്തുള്ളി കുറച്ച് വലുപ്പമുള്ള, അതുകൊണ്ട് 2 എടുത്തിട്ടില്ല. നാട്ടിലത്താണെങ്കിൽ 4 എടുത്തോളെ. അടുത്തതായിട്ട് 3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, ഓവറായിട്ട് വെള്ളമായി പോകണ്ട, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ നമുക്കിതൊന്ന് അരച്ചെടുക്കണേ. ഈ അരച്ചെടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം നൈസാക്കിയിട്ടൊന്നും അരക്കണ്ട. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. കാരണം നൈസാക്കി അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കില്ലേ ഈ മാമ്പഴ പുളിശ്ശേരിന്റെ ആ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അതിന് വേണ്ടിയിട്ടില്ലേ, ഞാൻ അവിടെ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മാങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെ ചില ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഇട്ടെടുത്ത് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഉപ്പും മഞ്ഞളും എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇളക്കിയതിന് ശേഷമില്ലേ നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ എടുത്ത് തുറന്നു നോക്കുന്നുണ്ട്. കാരണം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം അടിഞ്ഞു പോകും. മാമ്പഴ പുളിശ്ശേരിക്കും ഒക്കെ കുറച്ച് മാമ്പഴം കടിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരിക്ക് കുറച്ചും കൂടി ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരി ആകുമ്പോൾ കുറച്ചൊരു മധുരം വേണ്ടേ, അത് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കേ. അങ്ങനെ നമുക്കില്ലേ എല്ലായിടത്തും ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഈ അരപ്പെല്ലാം മാമ്പഴത്തിലും എത്തുന്ന വിധത്തിൽ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കേ. നല്ലോണം തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ എന്താ പറയുക, സിമ്മിലാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആക്കി കൊടുക്കണം തീ. അങ്ങനെ ഇത് നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ഒഴിക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പരുവത്തിലെടുക്കുന്നത്, കാരണം ഇത് ഇറക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 2 വറ്റൽമുളക്, അത് 4 പീസാക്കി മാറ്റിയത് 2 വറ്റൽമുളക്, പിന്നെ ഒരു 5 ചെറിയ ഉള്ളിയും കൂടി നൈസാക്കി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ പിന്നെ കാത്തു വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി അല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസി മാത്രമല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഡിഷസ് ആയിട്ട് ഇനി വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.